السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على عباده الذين اصطفى، خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين. എത്രയും സ്നേഹ ബഹുമാനങ്ങളുള്ള യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട പ്രവാസി മലയാളി സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ റമദാൻ നമ്മെ സമീപിക്കാൻ കാത്തു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു പരിപാടിയിൽ സംഗമിക്കുന്നത്. നമ്മുടെ ഈ സംഗമം, ഈ ഒരുമിച്ച് കൂടലെല്ലാം സർവശക്തനായ റബ്ബ് നമ്മിൽ നിന്ന് ഒരു വലിയ നന്മയായി സ്വീകരിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് അള്ളാഹു ഇത് സഹായകമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള വലിയൊരു സന്തോഷം, ഈ വേദി ഇങ്ങനെ ഇവിടെ ഒരുങ്ങുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നത് ലോകത്തിന്റെ യൂറോപ്യൻ നാടുകളിൽ, വിവിധങ്ങളായ യൂറോപ്യൻ നാടുകളിൽ കഴിഞ്ഞുകൂടുന്ന സഹോദരിമാരാണ് നിങ്ങൾ പരിശുദ്ധമായ അള്ളാഹുവിന്റെ അതിഥി റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നു എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെട്ടുകൊണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു റമദാൻ അനുസ്മരണ, റമദാൻ മുന്നൊരുക്ക ചർച്ച സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് റമദാനിലേക്ക് അതിന്റെ എല്ലാ മനോഹാരിതയോടും അതിന്റെ മുഴുവൻ വിശുദ്ധിയോടും കൂടി കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം ഇതുപോലെ നിങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിങ്ങളെ കുറിച്ച് വലിയ സ്നേഹത്തിന്, വലിയ അഭിനന്ദനത്തിന് വിനീതന് എന്നെ മനസ്സിലിടമാവുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് എവിടെയായിരുന്നാലും, ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ പറയുന്ന സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ലോകത്ത് എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ ഭൂമിയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ എവിടെ ജീവിക്കുന്ന വിശ്വാസികളും ഒരുപോലെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയരായി ജീവിക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ നിർബന്ധങ്ങൾ അനുഷ്ഠിച്ച് അവനേൽപ്പിച്ച ചുമതലകൾ പൂർത്തീകരിച്ച് വിജയകരമായ വ്യക്തിത്വവും മനസ്സും പേറി അള്ളാഹുവിലേക്ക് മടങ്ങിയെത്തുക എന്ന വലിയ ഭാരിച്ച ദൗത്യത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ആ ദൗത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് സഹായകമായ അതിമഹത്തായ ഒരു സുവർണാവസരമാണ് നമ്മെ തേടിയെത്തുന്ന പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് ഈ ലക്ഷ്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിക്കുകയും റമദാന്റെ ഓർമ്മകളെ റമദാൻ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ചിന്തകളിലേക്ക്, നിങ്ങളുടെ മനസ്സുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലൊരു സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അള്ളാഹു ഇത് സ്വീകരിച്ച് ഇതിനെ ഉദ്ദേശിച്ച ഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം? റമദാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിൽ റമദാന്റെ വരവിനെ സംബന്ധിച്ചുള്ള സജീവമായ ഓർമ്മകൾ മുസ്ലിം മനസ്സുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയ ആവേശത്തോടു കൂടി പുണ്യമാസത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മുസ്ലിം ലോകം ശാരീരികമായും മാനസികമായും സജ്ജീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത്രയും വലിയ മുന്നൊരുക്കത്തോടുകൂടി ലോകത്തെമ്പാടുമുള്ള ശതകോടി കണക്കിന് മുസ്ലിമീങ്ങൾ ഒരുങ്ങാൻ മാത്രം എന്താണ് ഈ മാസത്തിന്റെ പ്രാധാന്യം എന്നത് നമ്മൾ ഗൗരവത്തിൽ ഓർക്കേണ്ടതാണ്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മെ തേടിയെത്തുന്നത് സത്യത്തിൽ നമ്മുടെ സുഖകരമായ ജീവിതത്തിന് ഒരുപാട് പ്രത്യക്ഷമായ ഭംഗങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന രുചികരമായ ഭക്ഷണപാനീയങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ പാനം ചെയ്ത രുചികരമായ പാനീയങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ പ്രിയങ്കരായ ഇണകളോടുള്ള നമ്മുടെ സമീപനത്തിന്, സമ്പർക്കത്തിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ ഒരു മാസം നമ്മെ തേടിയെത്തുമ്പോൾ
അതിനോട് ഇത്ര വലിയ ആവേശം കാണിക്കാൻ മാത്രമുള്ള യഥാർത്ഥ പ്രേരണ എന്താണ്? എന്താണ് യഥാർത്ഥത്തിൽ ഈ മാസം നമ്മിലേക്ക് കൊണ്ടുവരുന്നത്? എന്ത് നേട്ടമാണ് ഈ മാസം നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അറിഞ്ഞുകൊണ്ട് ആവുക ഈ മാസത്തെ സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് എന്നതാണ്. റമദാൻ വരുന്നതിന് മുന്നോടിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ റമദാനിന്റെ ആമുഖ മാസങ്ങളിൽ റജബ് വരുമ്പോഴേ, ഷഅബാൻ വരുമ്പോഴേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ഷഅബാൻ. അള്ളാഹു റജബിലും ഷഅബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ. ഓ ബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥന. അപ്പോ റമദാനിലേക്ക് ഞങ്ങളൊക്കെ ഒന്ന് എത്തിച്ചേരാൻ ഭാഗ്യം തരണമേ എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വലിയ മോഹമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ ഓരോ വർഷവും തേടിയെത്തുന്ന ഈ പുണ്യമാസം, ആ മാസം തന്നിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ ആ മാസത്തിലേക്ക് താൻ ചെന്ന് ചേരുക എന്നത് ഒരു വർഷത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അവന്റെ ജീവിത പ്രയാണ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ആ റമദാൻ തനിക്ക് കിട്ടുക, അല്ലെ റമദാനിലേക്ക് താൻ എത്തിച്ചേരുക എന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. അത് കിട്ടാതെ പോയാൽ അത് വലിയ നഷ്ടമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ ദുആയിലൂടെ സൂചിപ്പിക്കുകയായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചവനെ റമദാനിൽ എത്തിക്കണമേ എന്ന് ദുആ ചെയ്യുമ്പോ റമദാനിൽ എങ്ങാനും ഈ അടുത്തെത്തിയിട്ടും റമദാൻ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പടച്ചവനെ അതിൽ പരം നഷ്ടമൊന്നുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ റമദാനിന്റെ വരവിനെ വിഭാവനം ചെയ്തത്. അടുത്തെത്തിയിട്ടും നഷ്ടപ്പെട്ടു പോവുക. അകലങ്ങളിൽ നിന്നാണെങ്കിൽ അത്രയും നമുക്ക് പ്രയാസം തോന്നില്ല. കാരണം അത്രയും വലിയ സന്തോഷവും നിറച്ചു വെച്ചുകൊണ്ട്, അത്രയും വലിയ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളും ഉള്ളിൽ പേറി നമ്മിലേക്ക് ഈ മാസം കടന്നു വരുന്നത് കൊണ്ട് അള്ളാഹു ഒന്ന് എത്തിച്ചു തരണമേ. നമ്മള് തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് കൈമോശം വന്നു പോകുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ബിറ്റ്വീൻ ലിപ്പ് ആൻഡ് കപ്പ് എന്ന് പറയാറുണ്ടല്ലോ. ചുണ്ടിനും കപ്പിനും ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് പോലെ റമദാന്റെ അടുത്തെത്തി, എന്നിട്ട് ആ റമദാനിലേക്ക് ഒന്ന് കയറി റമദാനിലൊന്ന് മേയാൻ, പുണ്യങ്ങളുടെ ആ ആഘോഷ നാളുകളിൽ ഒന്ന് നന്നായി ആഘോഷിക്കാൻ, ഒന്ന് മേഞ്ഞ് നടക്കാൻ കഴിയാതെ, ആ റമദാനിലേക്ക് കടക്കാൻ കഴിയാതെ നമുക്ക് പിന്തിരിയേണ്ടി വരുന്നുവെങ്കിൽ, നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ അത് വലിയ നഷ്ടമാണ് എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ നമുക്ക് കാണാം, തൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ 2 സഹോദരങ്ങൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഒരാൾ ഷഹീദായി, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി. എന്നാൽ മറ്റേയാൾ സ്വാഭാവികമായ മരണമാണ് മരിച്ചത് 1 വർഷത്തിന് ശേഷം. തന്റെ ആദ്യ സഹോദരൻ മരിച്ചതിന് ശേഷം 1 വർഷം, ഷഹീദായി മരിച്ചതിന് ശേഷം 1 വർഷം പിന്നിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരു സഹാബി സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. ഈ ഷഹീദായി മരിച്ച സഹാബിയേക്കാൾ മുമ്പേ പിന്നീട് സ്വാഭാവികമായി മരിച്ച, രക്തസാക്ഷിത്വം ഒന്നുമില്ല അവകാശപ്പെടാൻ, ആ സഹാബി സ്വർഗത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോ, അന്നൊക്കെ സഹാബാക്കൾ അവര് ഉന്നതമായ മനസ്സിന്റെ ഉടമകളാണ്. അവർ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാണ്. വിശ്വാസിയുടെ സ്വപ്നം വഹയിന്റെ അംശമാണെന്നാണ്. അങ്ങനെ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ വിഷയം സമർപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിന്റെ പേരിൽ എങ്ങനെ സംഭവിക്കാനാണ്? ഒരു രക്തസാക്ഷിയേക്കാൾ മുമ്പേ സാധാരണ മരണം, സ്വാഭാവിക മരണം വരിച്ച ഒരു വ്യക്തി എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാനാണെന്ന് അവരെല്ലാവരും അമ്പരന്ന് നിൽക്കെ അള്ളാഹു റസൂൽ ചോദിച്ചു. അതിലെന്ത് അത്ഭുതം? അദ്ദേഹം ഒരു റമദാൻ മുഴുവനും നോമ്പ് നോറ്റില്ലേ? 1 വർഷം മുഴുവനും രക്തസാക്ഷി ഷഹീദിന് ശേഷം 1 വർഷം മുഴുവനും ആ മനുഷ്യൻ 6000-ഓളം റക്അത്തുകൾ നമസ്കരിച്ചില്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യൻ ചെയ്ത അമലുകൾ എണ്ണി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഈ അത്ഭുതത്തിന് ഒരു ന്യായവുമില്ല. അമലുകളാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് മനുഷ്യന്റെ പദവി ഉയർത്തുന്നത്. ഈ ലോകത്ത് അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളും കർമ്മങ്ങളുമാണ് ഒരു മനുഷ്യന്റെ പരലോക പദവികൾ നിയന്ത്രിക്കുന്നത് എന്ന വലിയൊരു യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളുടെ മുമ്പിൽ വരച്ചു കാട്ടിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു അവസരം
നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ സുകൃതങ്ങൾ വർദ്ധിപ്പിക്കുക, പരലോകത്തെ നമുക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള കർമ്മങ്ങളുടെ എണ്ണം കൂട്ടുക എന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ആയാൽ പോരാ, നന്മകളുടെ എണ്ണം, നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം കൂട്ടണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ോടൊപ്പം ഒരു സഹാബി റബീഅ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. സുജൂദുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് പ്ലീസ് ഹെൽപ്പ് മീ എന്നാണ് പറഞ്ഞത്. എന്നെ സഹായിക്കുക താങ്കൾ സുജൂദുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച്. അപ്പൊ സുജൂദുകളുടെ എണ്ണം കുറയുക എന്നത് പരലോകത്തൊരു മനുഷ്യന്റെ ഉന്നതമായ പദവികൾക്ക് വലിയ വിഘാതമായി വരുമെന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അമലുകളെ നമുക്ക്, അത് അമലുകൾ സാധാരണ അമലുകളല്ല, പുണ്യ റമദാനില് കടന്നു വരുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതായി നമുക്ക് കാണാം. റമദാൻ ഇദാ ദഖല റമദാൻ, റമദാൻ വന്നാൽ ഉത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടപ്പെടുകയാണ്. ഉല്യഖത്ത് അബ്വാബുൻ നീറാൻ, നരക കവാടങ്ങൾ കുട്ടിയടയ്ക്കപ്പെടുകയാണ്. ഓ സുഫിദത്തി ഷയാത്തീൻ, മനുഷ്യനെ തെറ്റിന് പ്രേരിപ്പിക്കുന്ന പൈശാചിക പ്രേരണകൾ നൽകുന്ന പിശാചുക്കളെ അള്ളാഹു ബന്ധിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ റമദാൻ മറ്റ് മാസങ്ങളിൽ നിന്ന് സവിശേഷമാകുന്നു. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഇവിടെ നിൽക്കുന്നില്ല. ഈ കർമ്മങ്ങളാണ് നമ്മുടെ പരലോകത്തെ പദവി നിർണയിക്കുന്നത്, നമ്മുടെ ഭാവിയുടെ ഭാഗധേയം കരുപ്പിടിപ്പിക്കുന്നത് നമ്മുടെ അമലുകളാണ്. നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ സന്താനങ്ങളല്ല, നമ്മുടെ സാമർഥ്യമല്ല, നമ്മുടെ കൈവശമുള്ള വസ്തുവകകളല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവി എന്താകണം എന്ന് നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അമലുകളാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം വൻ നഷ്ടത്തിലാണ്, മനുഷ്യരേ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊള്ളുകയും വഅമിലു സ്വാലിഹാത്ത്, സുകൃതങ്ങൾ ധാരാളം ചെയ്യുകയും ചെയ്തവരല്ലാത്ത മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. വതവാസൗ ബിൽ ഹഖ്, സത്യം ഉപദേശിക്കുകയും വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും സംയമനം, ക്ഷമ, ഇതിനു വേണ്ടി പരസ്പരം പ്രേരിപ്പിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തെ ജീവിതം അമലുകൾ നിയന്ത്രിക്കുന്ന ജീവിതമാണ്. അമലുകൾക്കാണ് അള്ളാഹുവിന്റെ മുമ്പിലുള്ള വില. നമ്മൾ മറ്റ് ഭൗതികമായ വസ്തുവകകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിയന്ത്രിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർമ്മങ്ങളാണ് നമ്മുടെ ഭാവി നിയന്ത്രിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സുകൃതങ്ങൾ അല്ലെങ്കിൽ ദുഷ്കൃത്യങ്ങൾ, ഈ രണ്ട് സംഗതികൾ അവന്റെ ഭാവിക്ക് വില നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയുടെ ഗ്യാരണ്ടി ആയി മാറുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ഈ ജീവിത അവസരങ്ങളെ കർമ്മങ്ങളുടെ, സുകൃതങ്ങളുടെ വർധനവിനായി പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടത്തിലേക്ക് നമ്മളെ ആനയിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഒരു മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ മാസം കടന്നു വരുമ്പോ സാധാരണ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങൾ പല കാരണങ്ങളാൽ ആകാശ സീമകൾ കടന്നു പോകുന്നതിന് വിഘാതമാകും. ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ, അല്ലാഹു പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന്. പക്ഷെ പരിശുദ്ധമായ റമദാൻ ആയി കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ആ കർമ്മങ്ങളുടെ കേടുപാടുകൾ പരിഗണിക്കാതെ, അതിന്റെ കുറ്റവും കുറവും നോക്കാതെ സ്വർഗസീമകളിലേക്ക് കയറിപ്പോകാനുള്ള അതിന്റെ വേവ് ലെങ്ത്, അതിന്റെ തരംഗ ശക്തി അല്പം ദുർബലമാണെങ്കിൽ പോലും അത് അല്ലാഹു തആല പരിഗണിക്കാതെ സ്വർഗത്തിന്റെ കവാടങ്ങളെ, എല്ലാ തടസ്സങ്ങളും മാറ്റി തുറന്നിടുകയാണ് അല്ലാഹു തആല പരിശുദ്ധ റമദാനിൽ. നമുക്കറിയാം, ഈ ലോകത്ത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതായി നമ്മളിൽ രണ്ട് സംഗതിയേ ഉള്ളൂ. അള്ളാഹുവിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്ന, പരലോകത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന രണ്ട് സംഗതികൾ മാത്രമേ ഉള്ളൂ. ആ രണ്ട് സംഗതികൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്ത് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്താണ് രണ്ട് സംഗതികൾ? ഒന്ന്, മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സാണ് അള്ളാഹുവിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. കൈകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് അള്ളാഹുവിനെ പിടിക്കാനാവില്ല, കാലുകൊണ്ട് അള്ളാഹുവിലേക്ക് നടന്നെത്താനാവില്ല, കണ്ണുകൊണ്ട് കാണാനാവില്ല, കാതുകൊണ്ട് കേൾക്കാനാവില്ല.
പിന്നെ നമ്മളുടെ ഈ അവയവങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ പ്രാപിക്കുന്നില്ല, നമ്മുടെ സൃഷ്ടാവിനെ പ്രാപിക്കുന്നില്ല, നമ്മുടെ ഈ ആത്മലോകവുമായി നമുക്ക് ബന്ധമുണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളെ അള്ളാഹുവിനോട് പരലോകവുമായി ബന്ധിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ അള്ളാഹു തന്നിരിക്കുന്ന ഒരേ ഒരു ഓർഗൻ, ഒരേ ഒരു അവയവം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. അതുകൊണ്ടാണ് ആ ഓർഗനെ, ആ ഇന്ദ്രിയത്തെ, ആറാം ഇന്ദ്രിയം, സിക്സ്ത് ഓർഗൻ എന്ന് ലോകം വിളിക്കുന്നത്. ആറാമത്തെ ഒരു ഇന്ദ്രിയമാണ്. ബാഹ്യമായി നാം കാണുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് ബന്ധം സ്ഥാപിക്കാനാവില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ അള്ളാഹു തന്നിരിക്കുന്ന ആറാം ഇന്ദ്രിയം കൊണ്ട്, അഥവാ മനസ്സുകൊണ്ട് നമുക്ക് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. ഒന്ന്, നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് പാറിപ്പറക്കുന്ന, അള്ളാഹുവിലേക്ക് പറന്നുയരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് റമദാന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല വ്യത്യസ്തമായ ജീവിത ഘട്ടങ്ങളിലൂടെ മനുഷ്യനെ കടത്തിക്കൊണ്ടു പോവുക. ആദ്യം മനുഷ്യൻ റൂഹിന്റേത് മാത്രമായ ഒരു ലോകത്ത് ആലമുൽ അർവാഹിൽ കഴിഞ്ഞുകൂടി. റൂഹേ ഉള്ളൂ, അവന്റെ പദാർത്ഥ രൂപമില്ല, ബോഡിയിൽ ഒന്നുമില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ബീജകണികകളാക്കി രൂപാന്തരപ്പെടുത്തി. അത് പിതാവിന്റെ ശരീരത്തിൽ കുറെ കാലം, നീണ്ടകാലം അവിടെ വസിച്ചു. അതിനുശേഷം പിതാവിന്റെ ശരീരത്തിൽ നിലകൊണ്ടിരുന്ന ബീജം മാതാവിന്റെ ഉദരത്തിലേക്ക് വന്ന് ഭ്രൂണമായി രൂപാന്തരപ്പെട്ടു. അതിനുശേഷം നാം ആ ഭ്രൂണം ഈ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ടു, മനുഷ്യ ശരീരമായി വന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ലോകത്തും നമുക്ക് വരുന്ന ലോകത്തേക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സിമ്പിളായി മനസ്സിലാകാൻ, ഈ ലോകത്തേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് മറ്റൊരു ലോകത്ത് ഉമ്മയുടെ ഉദരത്തിൽ നാം ജീവിച്ചവരാണ്. ആ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് നമുക്ക് അള്ളാഹു കണ്ണ് തന്നു, കൈ തന്നു, കാല് തന്നു, അങ്ങനെ അവയവങ്ങളെല്ലാം തന്നു. ഈ അവയവങ്ങൾ കൊണ്ട് ഉമ്മയുടെ ഉദരത്തിൽ നാം ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും പിടിച്ചില്ല, ഒന്നും രുചിച്ചില്ല, ഒന്നും മണത്തില്ല. അവിടെ ഉപയോഗിക്കാനേ ഉള്ളതല്ലാത്ത ഓർഗൻസിനെ അള്ളാഹു തആല വരുന്ന ലോകത്തേക്ക് വേണ്ടി പണിതത് മുൻ ലോകത്താണ്. ആ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേട് വന്നാൽ ഈ ലോകത്ത് വന്നിട്ട് ആ കണ്ണ് നന്നാക്കാൻ ആർക്കും ആവില്ല, ആ കാത് നന്നാക്കാൻ ആർക്കും ആവില്ല, ആ കൈ നന്നാക്കാൻ ആർക്കും ആവില്ല, ആ കാല് നന്നാക്കാൻ ആർക്കും ആവില്ല. ജന്മവൈകല്യത്തോടു കൂടി പിറക്കുന്ന ഒരാൾക്കും ആ വൈകല്യം പരിഹരിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഉപയോഗിക്കേണ്ട അവയവങ്ങൾ കേടില്ലാതെ ഇതിനു മുമ്പത്തെ ലോകത്താണ് അള്ളാഹു തആല നിർമ്മിച്ചു തന്നത്. കേടില്ലാതെ ഇവിടെ വന്നെങ്കിലേ അത് ഉപയോഗിക്കാനാവും. ഇതുപോലെ നമ്മൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നത്? റമദാൻ വരുന്നത് എന്തിനാ? റമദാനിൽ ഈ ബദ്ധപ്പാടിനും കഷ്ടപ്പാടിനും വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നത് എന്തിനാ? എല്ലാ ജീവികൾക്കും ഉള്ളതുപോലെ, അല്ലെ മറ്റു മനുഷ്യരെ പോലെ നമുക്കും അങ്ങ് ജീവിച്ച് തീർത്താൽ പോരെ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ആളുകള് മനസ്സിലാക്കേണ്ട കാര്യം, പക്ഷെ നമ്മൾ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു തആല നമുക്ക് ഈ ലോകത്ത് മറ്റൊരു ഓർഗൻ തന്നിട്ടുണ്ട്. നേരത്തെ മാതാവിന്റെ ഉദരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് വേണ്ടി പടച്ച അവയവങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല വേറെ ഒരു അത്ഭുതമായ ഒരു ഓർഗൻ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് മനസ്സ്. ആ മനസ്സ് ഈ ലോകത്തൊതുങ്ങൂല. ആ മനസ്സാണ് പരലോക ജീവിതത്തിന്റെ ഗ്യാരണ്ടി. അതാണ് അള്ളാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഗ്യാരണ്ടി. ആ മനുഷ്യന്റെ മനസ്സാണ്. ആ മനസ്സ് കേടില്ലാതെ, ആ മനസ്സിന് ഇവിടെ വെച്ച് കേട് വന്നാൽ നാളെ പരലോകത്ത് ആ മനസ്സ് പ്രയോജനപ്പെടാതെ പോകും, ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് ആ മനസ്സിന്റെ കേടുകൾ തീർക്കുക എന്ന ജോലിയിലാണ് ഈ ലോകത്ത് ഓരോ മനുഷ്യനും അവന്റെ ദീർഘകാല ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന. കേടില്ലാതെ ഈ മനസ്സിനെ നാളെ പരലോകത്തെത്തിക്കുക. ഒമൻ കാന ഫീ ഹാദിഹി അഅമ വഹുവ ബിൽ ആഖിറതി അഅമ വഅദല്ല. അല്ലാഹു പറയുകയാണ്, ആര് ഈ ലോകത്ത് ആരുടെ മനസ്സ് അന്ധമായി പോയോ, ഈ ലോകത്ത് ഈ പരലോകത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ഈ ഭൂമിയിൽ ഒതുങ്ങാതെ പരലോകത്തേക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയിലേക്കും അതുപോലെ തന്നെ പാരീസിലേക്കും അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് അങ്ങോട്ടും അതുപോലെ തന്നെ ദുബൈയിലേക്കും ഹോളണ്ടിലേക്കും സ്വീഡനിലേക്കും ഒക്കെ ഇരിക്കുന്ന ഇരിപ്പിൽ പറന്നു നടക്കുന്ന, അവിടെയും ഒതുങ്ങാതെ ഭൂമിയുടെ സീമകളിൽ ലംഘിച്ച് സൗരയുധങ്ങളിൽ സൂര്യചന്ദ്രാദികളിൽ പറന്ന് ഉയരുന്ന ആകാശ സീമകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം കാണുന്ന നമ്മുടെ മനസ്സ് ഈ ലോകത്തിന്റെ ഉൽപ്പന്നമല്ല, ഈ ലോകത്തിന് വേണ്ടിയുള്ളതല്ല. അത് പരലോകത്തിന് വേണ്ടി അള്ളാഹു നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓർഗനാണ്, ആറാം ഇന്ദ്രിയമാണ്.
ഈ ലോകത്തേക്ക് വേണ്ടി മാതാവിന്റെ ഉദരത്തിൽ സൃഷ്ടിച്ച അവയവങ്ങൾ കേടില്ലാതെ വന്നില്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കാനാവില്ല. അവിടെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ കണ്ണ് കാണില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹ്യൂമൻ പ്രോജക്റ്റ്, ഈ മനുഷ്യന്റെ ഈ പദ്ധതി ഒരു അത്ഭുതകരമായ പദ്ധതിയാണ്. ആ പദ്ധതി നമ്മളിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ സംവിധാനങ്ങളാണ് നമസ്കാരം, നോമ്പാദി, ഇസ്ലാമിന്റെ കർമ്മ പരിപാടികളെല്ലാം. ആ പ്രൊജക്ട് മറ്റൊന്നുമല്ല, ഹ്യൂമൻ പ്രൊജക്ട് എന്ന് പറയുന്നത് അവന്റെ മനസ്സിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക, മനസ്സിനെ റിപ്പയർ ചെയ്യുക, മനസ്സിന്റെ കേടുപാടുകൾ ഇല്ലാതിരിക്കുക, കേടില്ലാത്ത ഒരു മനസ്സുമായി അവിടെ എത്തുക. ഇവിടെ മനുഷ്യന്റെ മനസ്സിന് അള്ളാഹു കാഴ്ച വെച്ചിട്ടുണ്ട്, മനുഷ്യന്റെ മനസ്സിന് കേൾവി വെച്ചിട്ടുണ്ട്, മനുഷ്യന്റെ മനസ്സിന് അള്ളാഹു താല എല്ലാ ശേഷിയും വെച്ചിട്ടുണ്ട്. ആ ശേഷി കൊണ്ടാണ് നമ്മൾ വളരുന്നത്, നമ്മൾ ഉയരുന്നത്. പക്ഷേ ആ മനുഷ്യ മനസ്സ് അതിന്റെ കാഴ്ചയെ ഉണർത്തിയില്ലെങ്കിൽ, കാണേണ്ടത് കാണുന്ന അതിന്റെ കാഴ്ച, അതുപോലെ കേൾക്കേണ്ടത് കേൾക്കുന്ന ആ മനസ്സിന്റെ ഉൾക്കാഴ്ച, ഉൾക്കേൾവിയെ ഉണർത്തിയില്ലെങ്കിൽ, നാളെ പരലോകത്തെത്തുമ്പോൾ ഈ മനസ്സ് കേൾവി കേടായ, കാഴ്ച കേടായ മനസ്സായി എവിടെ എത്തുമ്പോ സംഭവിക്കാൻ പോകുന്നത്, നാളെ പരലോകത്ത് ജീവിക്കാനുള്ള പാകത, സ്വർഗത്തിൽ ജീവിക്കാനുള്ള പാകത നഷ്ടപ്പെട്ട മനസ്സായി മാറും. അതാണ് അള്ളാഹു പറഞ്ഞത്, മൻ കാന ഫീ ഹാദിഹി അഅ്മ, ആരാണോ ഈ ലോകത്ത് അന്ധനായി പോയത്, കാണേണ്ടത് കാണാതെ, പലതും കണ്ടു, കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷേ മനസ്സ് അന്ധമായി പോയത് ആരാണോ, മൻ കാന ഫീ ഹാദിഹി അഅ്മ ഫഹുവ ഫിൽ ആഖിറത്തി അഅ്മ, അവൻ പരലോകത്തും അന്ധനായിരിക്കും. ഈ കണ്ണിന്റെ കാഴ്ച, മനസ്സിന്റെ ഉൾക്കാഴ്ച, ഇൻസൈറ്റ് നഷ്ടപ്പെട്ടു പോയാൽ പരലോകത്ത് ഉപയോഗിക്കാനാവാത്ത ഒന്നായി ഈ ഓർഗൻ മാറും, ഈ മനസ്സ് മാറും. അള്ളാഹു പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ പരലോകത്ത്, ആ അന്ത്യനാളിൽ, ആ ദിവസത്തിൽ യൗമ ലാ യൻഫഉ മാലുൻ, അവിടെ ഒരു ധനവും ഉപകാരപ്പെടില്ല, സമ്പത്ത് ഉപകാരപ്പെടില്ല, വലാ ബനൂൻ, സന്താനങ്ങളും ഉപകാരപ്പെടില്ല. ഇവിടെ സമ്പത്ത്, സന്താനങ്ങളൊക്കെ മനുഷ്യൻ ഉപകാരപ്പെടുന്ന സംഗതികളാണ്. പക്ഷെ പരലോകത്ത് ഇതൊന്നും ഉപകാരപ്പെടില്ല. ഉപകാരപ്പെടുന്നത് എന്താണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പരിക്കില്ലാത്ത, കേടില്ലാത്ത ഒരു മനസ്സ്, ഒരു കൽബിനെ പടച്ചവന്റെ മുമ്പിൽ കാഴ്ചവെച്ചവനല്ലാതെ. നോക്ക്, അപ്പോ പരിക്കില്ലാത്ത ഒരു കണ്ണുമായി ഭൂമിയിൽ വന്നവനല്ലാതെ ഇവിടെ കാഴ്ച ഉണ്ടാവില്ല, പരിക്കില്ലാത്ത കാതുമായി വന്നവനല്ലാതെ ഇവിടെ കേൾവി ഉണ്ടാവില്ല, പരിക്കില്ലാത്ത കാലുമായി വന്നവനല്ലാതെ ഇവിടെ നടക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. ഇതുപോലെ ഈ ലോകത്ത് ഉപയോഗിക്കാനുള്ള അവയവങ്ങൾ മുൻ ലോകത്ത് നിർമ്മിച്ച അള്ളാഹു ഇനി വരാൻ പോകുന്ന ലോകത്ത് അനന്തമായ ലോകമാണ്. ആ ലോകം ചെറുതല്ല, ഭൂമിയേക്കാൾ, ഭൂമിയിൽ മനുഷ്യന്റെ ശരീരം ഒതുങ്ങും. പക്ഷേ ഭൂമിയിൽ ഒതുങ്ങാത്ത ഒരു മനസ്സുണ്ട്. ആ മനസ്സ് പാർക്കേണ്ട ലോകവും വലുതാണ്. ആ ലോകം വലുതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, മനുഷ്യരെ, നിങ്ങൾ ഓടി വരിക, വൈകാതെ, പിന്തി നിൽക്കാതെ, അവധാനത ഇല്ലാതെ നിങ്ങൾ പൊടുന്നനെ കടന്നു വരിക. സാരിഉ, പാഞ്ഞു വരിക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ മനസ്സ് പാപം കൊണ്ട് പരിക്കേറ്റ, പാപം കൊണ്ട് തളർന്നു പോയ, പാപം കൊണ്ട് പരിതാപകരമായി പോയ നിങ്ങളുടെ മനസ്സിന്റെ പാപം പൊറുപ്പിക്കുന്ന, മഗ്ഫിറത്ത്, അതിന്റെ കേട് തീർക്കുന്ന പ്രക്രിയകളിലേക്ക് നിങ്ങൾ ഓടി വരിക, പാഞ്ഞു വരിക. മനസ്സിന്റെ കേട് തീർക്കുന്ന പ്രക്രിയകളിലേക്ക് ഈ ലോകത്ത് നമ്മൾ വേഗം വരികയും, മനസ്സിന്റെ കേട് എപ്പോൾ റബ്ബിലേക്ക് അത് പറന്നു പോകുന്നുവോ, അനന്ത സീമകളിൽ, അതിരുകളില്ലാത്ത പരലോക സീമകളിൽ ചേക്കേറാൻ, അതിരുകളില്ലാത്ത അസ്തിത്വത്തിന്റെ ഉടമയായ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാൻ, ഈ ലോകത്തിരുന്ന് തുടികൊട്ടിക്കൊണ്ട് നാം ജനിച്ച മണ്ണിൽ, അല്ലെങ്കിൽ ജീവിക്കുന്ന മണ്ണിൽ ഒതുങ്ങാതെ ലോകം മുഴുവൻ പരന്നും പന്തലിച്ചു നിൽക്കുന്ന, ചില്ല പടർത്തി നിൽക്കുന്ന നമ്മുടെ മനസ്സ്, ആ മനസ്സ് നാളെ, ആ മനസ്സിനെ നന്നാക്കുന്ന മഗ്ഫിറത്ത്, അതിനും കേടുവരും. ഏതുപോലെ നമ്മുടെ കണ്ണിന്, കാതിനൊക്കെ കേടുവരുന്നത് പോലെ ഈ മനസ്സിന് കേടുവരും. മനസ്സിന്റെ കേടെന്താ? മനസ്സിന്റെ കേട് അഹങ്കാരമാണ്, മനസ്സിന്റെ കേട് അസൂയയാണ്, മനസ്സിന്റെ കേട് വെറുപ്പാണ്, മനസ്സിന്റെ കേട് പകയാണ്, മനസ്സിന്റെ കേട് അത്തരത്തിൽ ദുഷിപ്പുകളാണ്. അതിന്റെ ദുർഗന്ധം അതാണ്. ഈ വക ദുഷിപ്പുകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടമുണ്ടായാൽ പിന്നെ ആ മനസ്സ് കേടായി പോയി. ആ മനസ്സിന് പരലോക സീമകളിൽ ചേക്കാറാവില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി,
ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. നാളെ പരലോകത്ത് ചേക്കേറി അനന്തസീമകളിൽ പാർപ്പുറപ്പിക്കാൻ എല്ലാ യോഗ്യതകളുമുള്ള അത്ഭുത പ്രതിഭാസമായ ആകാശത്തേക്ക് ചിറകടിച്ചു ഉയരാൻ വെമ്പുന്ന, സ്വർഗസീമകളെ എത്തിപ്പിടിക്കാൻ വെമ്പുന്ന ഭൂമിയിലെ മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം, അവന്റെ സമസൃഷ്ടങ്ങളോടുള്ള അഹങ്കാരത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും അതിന്റെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ എത്തുകയില്ല. സ്വർഗത്തിലേക്ക് ഈ മനുഷ്യന്റെ മനം എത്തുകയില്ല. ലാ യദ്ഖുലുൽ ജന്ന. അതുപോലെ തന്നെ അസൂയ ആരിലുണ്ടോ അവന് സ്വർഗപ്രവേശനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാന് മുമ്പ് ശഅബാനിന്റെ 15-ന്റെ രാവിൽ അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഓരോ വിശ്വാസിയും അവനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയമായിരുന്ന ശഅബാൻ 15 കടന്നുപോയ ആ രാവിൽ എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിലേക്കും എത്തി നോക്കാൻ വേണ്ടി, ഉറ്റു നോക്കാൻ വേണ്ടിയിട്ട്, അവന്റെ കൽബിന്റെ അകത്തേക്ക് നോക്കാൻ വേണ്ടി, അതിന്റെ കേടുകൾ തീർത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു തആല ശഅബാന്റെ രാത്രിയിൽ എത്തി നോക്കുമ്പോ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാലി മുശ്രിക്കിൻ, ഒരു മുശ്രിക്കായ മനുഷ്യൻ കൽബ് ചീത്തയാക്കുന്നതിലെ ഏറ്റവും വലിയ കേടാണ് മനുഷ്യൻ ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ഈ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ എല്ലാം സൃഷ്ടിച്ച്, വായു സൃഷ്ടിച്ച്, വെള്ളം സൃഷ്ടിച്ച്, മണ്ണ് സൃഷ്ടിച്ച്, കാറ്റ് സൃഷ്ടിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ച്, അവന്റെ ശരീരം സൃഷ്ടിച്ച്, അതിൽ മനസ്സ് സൃഷ്ടിച്ച്, അതിൽ കണ്ണ് സൃഷ്ടിച്ച്, കാത് സൃഷ്ടിച്ച്, നാവ് സൃഷ്ടിച്ച്, എല്ലാ നിരത്തിലും നമ്മെ മനോഹരമായി അണിയിച്ചൊരുക്കി ഈ ബോഡിയിൽ, മനോഹരമായ ബോഡിയിൽ പരലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മനസ്സെന്ന് പറയുന്ന റോക്കറ്റ് നിക്ഷേപിച്ച്, ആ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് കേടുപാടുകളില്ലാതെ, പരിക്കില്ലാതെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ അതിനെ വളരെ ആരോഗ്യവത്തായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമുക്ക് മുമ്പിൽ സമർപ്പിച്ച് നമ്മിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച ഈ പടച്ചവനുണ്ട്. ആ പടച്ചവൻ അള്ളാഹു അല്ലാതെ വേറൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ച ഷിർക്ക്, അത് മനസ്സിന്റെ ഏറ്റവും വലിയ കേടാണ്. ഒരു മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ കേടതാണ്. എന്താണ് ഇസ്ലാമിൽ ഷിർക്കിന്, ബഹുദൈവ വിശ്വാസത്തിന് ഇത്രയും വലിയ ഗൗരവം? ഒരു പിതാവ് അയാളുടെ പല മക്കളുടെ മക്കളിൽ ഒരു മകൻ, എല്ലാ മക്കളും വാപ്പ പറഞ്ഞത് കേൾക്കും. പക്ഷെ ഒരു മകൻ മാത്രം, എനിക്ക് ഈ വാപ്പയല്ല വേറെയും ഒരു വാപ്പയുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ഒരു പിതാവിന് ഒരു നിലയ്ക്കും എങ്ങനെയൊക്കെ ആ മകനോട് പൊറുക്കാൻ, ആരാ പറഞ്ഞാലും പൊറുക്കാനാവാത്ത പോലെ അള്ളാഹുവിന് ഒരിക്കലും പൊറുക്കാനാവാത്തത് ഇത്രയെല്ലാം സംവിധാനങ്ങളെ ഇത്ര ആസൂത്രിതമായി ചെയ്ത് ഈ ലോകത്ത് നാം ആരും ചോദിച്ചിട്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി ഉണ്ടായത്, നമ്മുടെ ചിന്തയുണ്ടായത്, നമ്മുടെ ഭാവന ഉണ്ടായത്, മറ്റു മൃഗങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത ഈ സിദ്ധി വിശേഷങ്ങൾ, ഈ പൊട്ടൻഷ്യലുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് പരലോകത്തേക്ക് നമ്മെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഓർഗനാണ് നമ്മുടെ മനസ്സ്. ആ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന മുശ്രിക്കിന് മാത്രം പൊറുക്കില്ല. കാരണം അവന്റെ കൽബ് കേടായിരിക്കുന്നു, പരലോകത്തേക്കുള്ള യോഗ്യത അവന്റെ മനസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന്, അള്ളാഹു തആല രാത്രിയിൽ പൊറുക്കാത്ത ഒരേ ഒരു മനുഷ്യൻ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലും ഇത് തന്നെ പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അള്ളാഹു കൽബിലേക്ക് നോക്കും. തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകളും റൂഹും എല്ലാം കൂടി ചേർന്ന് മനുഷ്യന്റെ മനസ്സിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഈ റമദാനിൽ ഇറങ്ങി വരും. 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ ഒരാളുള്ളിൽ ഒതുക്കി നിൽക്കുന്ന റമദാൻ. ആ റമദാനിൽ എങ്ങനെ നിൽക്കുന്നു മനുഷ്യന്റെ പരലോകത്തിന്റെ ഈ യന്ത്രം, പരലോകത്തേക്ക് പറക്കാനുള്ള ഈ റോക്കറ്റ്, പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെട്ട ഈ ഓർഗൻ, അതിന് കേടുപാടുകളുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്താൻ വേണ്ടി മലക്കുകൾ വരുമ്പോ അപ്പോഴും ഇതേപോലെ ഹദീസിൽ കാണാം, 2 പേർക്കൊഴികെ 4 പേർക്കൊഴികെ എല്ലാവർക്കും പൊറുക്കും. അതിലൊന്ന് മുശ്രിക്കാണ് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവർക്ക് ഇടം നൽകിയവനാണ്. രണ്ടാമത്തേത് ലിമുഷാഹിനിൻ, മനസ്സിൽ വെറുപ്പുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സ് കേടായി. മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ മനസ്സ് കേടായി. നമുക്ക് തന്നെ അറിയാം, വെറുപ്പുള്ള ഒരു മനുഷ്യൻ, നമ്മളോട് മറ്റൊരു മനുഷ്യന് വെറുപ്പുണ്ട്, അകലെ കാണുമ്പോഴേ അവന്റെ മുഖം കറുക്കുന്നു, ഇരുളുന്നു, അവന്റെ മുഖം വക്രിക്കുന്നു, എന്നിട്ട് അവന്റെ കണ്ണുകൾ തുറിക്കുന്നു, എന്നിട്ട് അവന്റെ നോട്ടം കീഴ്പോട്ടാകുന്നു. അങ്ങനെ കൽബ് ചീത്തയായാൽ ഇതാ സ്വരുഹത്തു സ്വരുഹൽ ജസദു കുല്ലു, ബോഡി മുഴുവൻ ചീത്തയാകും. അങ്ങനെ
വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. കൽബ് മനസ്സ് ചീത്തയായി കഴിഞ്ഞാൽ, നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായിരിക്കും. അവന്റെ മുഖത്ത് ചിരി വിടരും, അവന്റെ മുഖം പ്രസാദമാകും, കാണുമ്പോഴേ അവൻ മുഖത്ത് പുഞ്ചിരി വിരിയും. എന്നിട്ട് അടുത്തേക്ക് വരുംതോറും അവൻ സ്നേഹത്തോടെ വരും, കൈകോർത്ത് പിടിക്കും. ഇങ്ങനെ അവന്റെ ബോഡി തന്നെ നന്നാവുകയാണ് നല്ല മനസ്സുണ്ടാകുമ്പോ. ബോഡി തന്നെ വികൃതമാവുകയാണ് അവന്റെ മനസ്സ് ചീത്തയാകുമ്പോ. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പരലോകത്തേക്ക് നമുക്ക് വേണ്ടി വെച്ച് തന്നിരിക്കുന്ന ഈ ഇന്ദ്രിയത്തെ, ഈ ഓർഗനെ കേടാക്കാതെ അവിടെ എത്തിച്ച് നമുക്ക് ആ മഹാ ഓർഗന്റെ മനസ്സെന്ന മഹാസമുദ്രം അല്ലെങ്കിൽ മഹാസാമ്രാജ്യത്തിലൂടെ നമുക്ക് പരലോക സീമകളുടെ അനന്തതകളിലേക്ക് ചേക്കേറാൻ ശാരീരിക മഗ്ഫിറത്തിൻ, പാപങ്ങൾ പൊറുപ്പിക്കുന്ന മനസ്സിനെ കേടാക്കുന്നതിൽ നിന്ന് അതിനെ റിപ്പയർ ചെയ്യുന്ന മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം തുടച്ചു നീക്കുന്ന, അസൂയയുടെ ഇടമില്ലാതാക്കുന്ന, വെറുപ്പിന്റെ പകയുടെ ഇന്ന് ലോകം അതാണല്ലോ നിറഞ്ഞു നിൽക്കുകയാണ്. ലോകം മുഴുവൻ വെറുപ്പാണ്. അള്ളാഹുവിന്റെ പദ്ധതികളോ മനസ്സിന്റെ വലിപ്പം അറിയാതെ, മനസ്സ് എന്തിനാണെന്നറിയാതെ, മനസ്സിന്റെ പ്രൊജക്ട് എന്താണെന്നറിയാതെ, മനസ്സിന്റെ ഉള്ളിൽ വൃത്തികെട്ട രോഗങ്ങൾ കിടം നൽകി മനസ്സിനെ കേടാക്കി രോഗാതുരമാക്കി തീർത്ത മനുഷ്യൻ ഇന്ന് വെറുപ്പിന്റെ തടവറയിലാണ്. പകയുടെ, വിദ്വേഷത്തിന്റെ, അതിന്റെ പേരിലുള്ള കൂട്ടക്കൊലകളുടെ, രക്തച്ചൊരിച്ചിലിന്റെ ഒക്കെ തടവറകളിലാണ്. ഒരൊറ്റ കേടാണ് മനുഷ്യന്റെ മനസ്സിന്റെ കേടിൽ നിന്നാണ് ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം. മനസ്സാണ് ലോകം നിയന്ത്രിക്കുന്നത്, മനസ്സാണ് പരലോകവും നിയന്ത്രിക്കാൻ പോകുന്നത്. മനസ്സ് നന്നായാൽ, ഇപ്പോ ഇസ്രായേൽ ഭരിക്കുന്ന നെതന്യാഹു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ വൃത്തിഹീനമായ ഒരു മനസ്സല്ലേ 10,000 മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നത്. അമേരിക്കയിൽ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യന്റെ മനസ്സാണ് ഗസയെ നരകകുണ്ടമാക്കുമെന്ന് വിളിച്ചു കൂവുന്നത്. ഏതോ ചില ഭരണാധികാരികളുടെ വൃത്തിഹീനമായ രോഗാതുരമായ മനസ്സിൽ നിന്നാണ് ലോകമഹായുദ്ധങ്ങൾ രൂപപ്പെട്ട് 10 കോടി മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തത്. ലോകത്തിന്റെ നന്മ തിന്മകളെ നിയന്ത്രിക്കുന്നതും മനസ്സാണ്, ഒരു മനസ്സാണ്, അല്ലെങ്കിൽ ഏതാനും ചില മനസ്സുകളാണ്. പരലോകത്തിന്റെ സുഖാനുഭൂതികളെ മുഴുവൻ, രക്ഷാശിക്ഷ, സുഖദുഃഖാനുഭൂതികളെ മുഴുവൻ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ മനസ്സെന്ന് പറയുന്ന അത്ഭുതമാണ്. നമ്മള് റമദാനിലേക്ക് പോകുമ്പോൾ, റമദാൻ വരുമ്പോൾ നമ്മൾ ഈ വലിയ വമ്പൻ പ്രൊജക്ട് അറിയാതെ നമ്മൾ എന്തൊക്കെയോ കുറെ നന്മകൾ ചെയ്താൽ കൊള്ളാൻ തിരക്കേടില്ല, എല്ലാരും ചെയ്യുന്നു, കുറെ നന്മകൾ ചെയ്യുന്നു എന്നറിഞ്ഞ് നമ്മൾ റമദാനിലേക്ക് കടന്നു പോകുന്നതിന് പകരം റമദാൻ എന്ന് പറയുന്നത് മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന, അതിനെ റിപ്പയർ ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരു പരലോക പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മളെ അള്ളാഹു ഓരോ വർഷവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിലേക്ക് പോകാൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞത്, നിങ്ങൾ ഓടി വരൂ സാരിയുല മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ അള്ളാഹു നിങ്ങളുടെ മനസ്സിന്റെ കേടുകൾ നീക്കി തരുന്ന മഗ്ഫിറത്തിന്റെ റമദാൻ മാസം. അവ്വലുഹു റഹ്മ, ആദ്യം അത് റഹ്മത്താണ്. മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പം കൂട്ടുന്നത് ഉദാരതയാണ്. മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പം ആകാശസീമകളിൽ ചേക്കേറാൻ മനുഷ്യന്റെ മനസ്സിനെ വലുതാക്കുന്നത് ആദ്യം അവന്റെ റഹ്മത്ത്, ഔദാര്യം, കാരുണ്യം കൊണ്ടാണ്. കാരുണ്യമാണ് മനുഷ്യന്റെ മനസ്സിനെ വലുതാക്കുന്നത്. അയം നിജ പരോവേദി ഗണന ലുഹുചേതസ കേട്ടിട്ടുണ്ടല്ലോ. ഉദാര ചരിതാനാംതു വസുദൈവ കുടുംബകം, ഞാൻ നീ എന്ന് മനുഷ്യനെ ഭേദം കൽപ്പിച്ച് ജനങ്ങൾക്കിടയിൽ അകലം കൽപ്പിക്കുന്നവർ. ലഘുചേതസ, അവന്റെ മനസ്സ് ചെറുതായി പോയത് കൊണ്ട് സംഭവിക്കുന്നതാണത്. മനുഷ്യന്റെ മനസ്സ് ചെറുതുമാകും വലുതുമാകും. മനുഷ്യനെ അന്യതാബോധത്തോടു കൂടി കണ്ടാൽ ചെറിയ മനസ്സാണെന്ന് അർത്ഥം. ഉദാര ചരിതാനാംതു വസുദൈവ കുടുംബകം. എന്നാൽ മനുഷ്യന്റെ മനസ്സ് ഉദാരമാകുമ്പോൾ, ദാനധർമ്മങ്ങളാൽ നിർഭരമാകുമ്പോൾ, തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും പങ്കുവെക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്റെ ഭാഗമായി കാണുമ്പോൾ, തന്നെ പോലെ കാണുമ്പോൾ അവന്റെ മനസ്സ് ഉദാരമാകും. ഉദാര ചരിതാനാം, ആ മനസ്സാണ് സ്വർഗത്തിന്റെ ഭാഗത്ത്. വസുദൈവ കുടുംബകം, ലോകമേ തറവാടെന്നാണ് അവൻ കാണുക. ലോകം മുഴുവൻ തറവാട്, പ്രപഞ്ചമേ നല്ല വിശാലമായ മനസ്സ്, പ്രപഞ്ചത്തെ തന്നെ തറവാടായി കാണുന്നവനാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ റമദാനിലൂടെ, റമദാൻ പ്രൊജക്ട് എന്ന് പറയുന്നത് റമദാനിലൂടെ മനുഷ്യന്റെ മനസ്സെന്നുള്ള പരലോകത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരേ ഒരു ഓർഗനെ, അതിന്റെ കേടുപാടുകൾ തീർത്തെടുക്കാൻ, മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകാവുന്നത് സ്വർഗത്തിലേക്കാണ്. മരിച്ചൊന്ന് കിട്ടിയാൽ മതി, സ്വർഗത്തിലേക്കാണ് പിന്നെ നമ്മൾ ചേക്കേറുന്നത്. ശരീരത്തെ നമ്മൾ ഇവിടെ നിക്ഷേപിച്ചു,
നമ്മുടെ മനസ്സ് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കാൻ വേണ്ടി തുടികൊട്ടിയ മനസ്സ് വജന്നത്തിൽ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അർളുഹ സമാവാത്തു വൽ അർള്, അതിന്റെ വ്യാപ്തി എത്രയാണെന്നറിയുമോ? അതിന്റെ വ്യാപ്തി അസമാവാത്തു വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വ്യാപ്തിയുള്ള ലോകത്തേക്കാണ് ഈ മനസ്സ് ചേക്കേറുന്നത്. അതുകൊണ്ടാണ് മനസ്സ് ഭൂമിയിൽ ഒതുങ്ങാത്തത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും വ്യാപ്തി ഞാൻ നിങ്ങളോട് അധികം പറയുന്നില്ല. ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനുണ്ട്. 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ. അതോടൊപ്പം തന്നെ 10 സൗരയൂഥങ്ങൾ വേറെയുമുണ്ട്. ആ സൗരയൂഥങ്ങൾ എല്ലാം ഈ 10 ഗോളങ്ങൾ കൂടി ചേർന്നാൽ ഒരു സൗരയൂഥമായി അങ്ങനത്തെ 10,000 കോടി സൗരയൂഥമുണ്ട്. 10,000 കോടി വരെ എണ്ണാൻ 2500 കൊല്ലം വേണം. അത്രയും സൗരയൂഥം കൂടിയാൽ ഒരു ഗാലക്സിയായി. അങ്ങനത്തെ 10,000 കോടി ഗാലക്സി ഈ ആകാശഭൂമികളിൽ നാം ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും വിശാലമായ ലോകങ്ങൾ പടച്ചു വെച്ചിരിക്കുന്നത്? ഓരോ മനുഷ്യ മനസ്സിലും ഭൂമിയുടെ അതിരുകളിൽ ഒതുങ്ങാത്ത മനുഷ്യ മനസ്സുകൾക്ക് നാളെ ചേക്കേറാൻ വേണ്ടി അള്ളാഹു താല അതിരുകളില്ലാത്ത ആകാശഭൂമികളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ അള്ളാഹു സ്വർഗങ്ങൾ സംവിധാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു ജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർള്, ജന്നത്തിൻ സ്വർഗത്തിലേക്ക് നിങ്ങൾ വരിക. അതിന്റെ വ്യാപ്തി, അതിന്റെ വിസ്തീർണം ആകാശഭൂമികളുടേതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ മനസ്സിനെ നന്നാക്കാൻ വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നാം നിർബന്ധമാക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, മുമ്പുള്ള എല്ലാ മനുഷ്യരെയും നന്നാക്കാൻ നാം നോമ്പ് കൊടുത്തിരുന്നു. മനുഷ്യന്റെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ, അതിന്റെ പരിക്കുകൾ തീർക്കാൻ, അതിനെ റിപ്പയർ ചെയ്യാൻ നോമ്പല്ലാതെ വേറൊരു പദ്ധതിയുമില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും നോമ്പ് കൊടുത്താണ് അവരുടെ മനസ്സിനെ അല്ലാഹു തആല നന്നാക്കിയത്. നോമ്പിനോട് ആരൊക്കെ സമരസപ്പെട്ടോ അവരുടെ മനസ്സുകൾ നന്നായി, അല്ലാത്തവർ തകർന്നു. ഇന്ന് നോമ്പ് വേണ്ട. ഇന്ന് മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണ്? ഇന്ന് മനുഷ്യന്റെ മാനസികാവസ്ഥ ബോഡി മാത്രം പരിഗണിക്കുകയാണ്, മനസ്സ് പരിഗണിക്കുന്നില്ല. ലോകത്തിന്റെ അവസ്ഥ അതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന അവന്റെ ബോഡി മാത്രമാണ്, ശരീരം മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ലോകം, പാശ്ചാത്യ ലോകം, അതുപോലെ തന്നെ യൂറോപ്പ്, അമേരിക്ക പോലുള്ള ആ ലോകമൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ബോഡി മാത്രമാണ്. മൈ ബോഡി മൈ ചോയ്സ്. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ തിന്നും, ഇഷ്ടമുള്ളതെല്ലാം കുടിക്കും, ഇഷ്ടമുള്ളവരോടെല്ലാം ഇണചേരും. മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ബോഡി മാത്രം പരിഗണിക്കുന്ന ഒരു ജീവിതം. മനുഷ്യന്റെ ഉള്ളു പരിഗണിക്കാതെ, മനം പരിഗണിക്കാതെ, അകം പരിഗണിക്കാതെ ലോകം മുന്നോട്ട് പോയപ്പോ ഇന്ന് അവരെല്ലാം മഹാദുരന്തത്തിലാണ്. പിടിച്ചാൽ കിട്ടാത്ത, മനസ്സിനെ നിയന്ത്രിക്കാനാവാത്ത വലിയ പ്രണയത്തിന്, ലഹരിക്ക്, അതുപോലെ തന്നെ കള്ളിന്, മദ്യത്തിന് പോലെ ഉള്ള മാറാ ദുരന്തങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ച് ഇന്ന് പാശ്ചാത്യ നാടുകൾ, അമേരിക്കൻ നാടുകൾ, യൂറോപ്യൻ നാടുകളൊക്കെ വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഏറ്റവും ഒരു വർഷം 10 ലക്ഷം പേർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന ഒരു കാലത്ത് നോമ്പ് കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ച് ശരീരത്തിന്റെ ഇച്ഛകളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ച മുസ്ലിം ലോകത്ത് ആത്മഹത്യയില്ല. മദ്യത്തിന്റെ തടവറയിൽ അവൻ അകപ്പെടുന്നില്ല. പ്രണയ കുരുക്കുകളിൽ അവൻ അകപ്പെടുന്നില്ല. അവൻ കുടുംബജീവിതത്തിന്റെ ആനന്ദം ആസ്വദിച്ചുകൊണ്ട് ഭാര്യയും മക്കളുമായി എവിടെ ജീവിച്ചാലും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ജീവിത സുഖാനുഭൂതികളുടെ മനോഹരമായ തീരങ്ങളിൽ ചേക്കേറാൻ ഇന്ന് ആത്മനിയന്ത്രണ ശേഷി കൈവരിച്ച നോമ്പ് കൊണ്ട്, നമസ്കാരം കൊണ്ട്, മനസ്സിനെ നിയന്ത്രിക്കുന്ന ചിട്ടവട്ടങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇന്ന് ആത്മഹത്യയെ ചെറുത്തു നിൽക്കാൻ പറ്റുന്നുള്ളൂ. അവർക്കേ ഇന്ന് മദ്യത്തിന്റെ പിടിയിൽ അമരുന്നതിൽ നിന്ന് മോചനമുള്ളൂ. അവർക്കേ ഇന്ന് പ്രണയ കുരുക്കുകളിൽ അകപ്പെട്ട് കുടുംബജീവിതം താറുമാറായി അപ്പനെ അറിയാത്ത മക്കളെ കൊണ്ട് നിറയുന്ന അമേരിക്കയെ പോലെ, ഫാദർലെസ് അമേരിക്ക. അമേരിക്കയിലെ 50% മക്കൾക്ക് അപ്പനാരെന്ന് പോലും അറിയില്ല പോലും. കുടുംബജീവിതത്തിന്റെ സുഗന്ധ ആനന്ദം എന്താണെന്ന് 50% അമേരിക്കൻ ജനതയ്ക്ക് അറിയില്ല. ആ മഹാദുരന്തങ്ങളെല്ലാം ലോകം ഏറ്റുവാങ്ങാൻ കാരണം എന്താണ്? ലാലക്കും തത്തക്കും, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, അതിൽ സൂക്ഷ്മത ഉണ്ടാകാൻ, അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് തന്നത് എന്നുള്ള പറഞ്ഞ നോമ്പ് പരിശീലിക്കുന്നതിൽ അവർ കാണിച്ച വിമുഖതയാണ്. അതുകൊണ്ട് എന്തിനാണ് യഥാർത്ഥത്തിൽ നോമ്പ്? ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടി, പിടിച്ചാൽ കിട്ടാത്ത ജീവിതത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരാതിരിക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ നിയന്ത്രിതമായ മനസ്സ് പരലോകത്തിൽ ചേക്കേറി സ്വർഗസീമകളിൽ പാർപ്പുറപ്പിക്കാൻ വേണ്ടി, ആ അവയവത്തിന് കേടുവരാതിരിക്കാൻ വേണ്ടി. അള്ളാഹ് പറയാണ്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിൽ നമ്മള്, പക്ഷേ ലോകം ഇന്ന് ശരീരത്തെ, അതിന്റെ ഇഷ്ടങ്ങളെ മാത്രം പരിഗണിച്ച്
തിന്നും കുടിച്ചും രമിച്ചും മുന്നേറുകയാണ്. അതിലൊരു കൺട്രോൾ വരുത്താൻ, നിയന്ത്രണം വരുത്താൻ അവർ തയ്യാറല്ല. അവസാനം അതിന്റെ ദുരന്തം എന്താ അള്ളാഹ് പറയാ, ലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ജനങ്ങളെ പോലെ ആകരുത്. അമേരിക്കയിലെ പോലെ, യൂറോപ്പിലെ പോലെ. നിങ്ങൾ ഇന്ന് യൂറോപ്പിലാണ്, പക്ഷെ നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നില്ല. അള്ളാഹുവിനെ, നമ്മുടെ സൃഷ്ടാവിനെ മറക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. സൃഷ്ടാവിനെ മറന്നു പോയാലുള്ള കുഴപ്പം എന്താ? പാൻസാഹും അംഫുസഹും, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മറന്നു പോകും. അള്ളാഹുവിനെ മറന്നവർ അവന്റെ ഉള്ളു മറന്നു പോകും, പുറം ശരീരം മാത്രമേ ഓർക്കുകയുള്ളൂ. അൻസാഹും അംഫുസഹും, മനസ്സ് എന്ന് പറയുന്ന അതിന്റെ ഉള്ളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? അതിന് ദൂഷ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അസൂയയുടെ പിടിയിൽ അമർന്നിട്ടുണ്ടോ? അഹങ്കാരത്തിൽ അമർന്നിട്ടുണ്ടോ? കുശുമ്പും കുന്നായ്മയും വെറുപ്പും ആ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് പിന്നീട് എനിക്ക് വരുത്തി വെക്കാൻ പോകുന്ന ദുരന്തമാണ്. അതുകൊണ്ട് അൻസാവും അംഫുസഹും, അള്ളാഹുവിനെ മറന്നാൽ മനസ്സിനെ മറക്കും. ലോകം ഇന്ന് മനം മറന്നവരാണ്, ആത്മാവിനെ മറന്നവരാണ്, ആത്മശൂന്യത അനുഭവിക്കുന്നവരാണ്. അള്ളാഹുവിനെ മറന്നതിന്റെ ദുരന്തമാണ്. ആ ദുരന്തം നമുക്ക് വരാതിരിക്കാൻ അള്ളാഹുവിനെ മറന്നാൽ നിങ്ങൾ ഫാൻസാവും അംഫുസഹും, മനസ്സിനെ മറക്കും. അങ്ങനെ സംഭവിച്ചാൽ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കുമെന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അവർ ഈ ലോകത്തെ എല്ലാ കൊള്ളരുതായികളും ചെയ്യും. അവർ കൊലപാതകം നടത്തും, അവർ വ്യഭിചാരം നടത്തും, അവർ സ്വവർഗരതി നടത്തും, അവർ മദ്യപിക്കും, അവർ ലഹരി ഉപയോഗിക്കും, അവർ വ്യഭിചരിക്കും. അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ ഈ ലോകത്താകാമോ അതെല്ലാം ചെയ്യാൻ കാരണം അള്ളാഹുവിനെ മറക്കുന്നതും അതിലൂടെ ആത്മാവിനെ, അവന്റെ മനസ്സിനെ അവൻ മറന്നു പോകുന്നതുമാണ്. ഈ ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തരുന്നത്. ആ നോമ്പിൽ നിങ്ങൾക്കറിയാം, നോമ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെ അള്ളാഹുവിന് വേണ്ടി നിയന്ത്രിച്ച് നമ്മൾ മനസ്സിനെ പിടിച്ചു കെട്ടാൻ നമ്മൾ പഠിച്ചപ്പോ നമ്മൾ ആരും ഇന്ന് മോശമായ ഭക്ഷണങ്ങൾ അന്യന്റെ അപഹരിച്ച് തിന്നാറില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട പാനീയത്തെ, രുചികരമായ വെള്ളത്തെ റമദാനിൽ നിയന്ത്രിക്കാൻ പഠിച്ചപ്പോ, പാനീയം കുടിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് ശീലിച്ചപ്പോൾ നമ്മൾ കള്ളുകുടിയന്മാരാകാറില്ല. റമദാനിൽ ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഭാര്യ അടുത്തുണ്ടായിരുന്നിട്ടും അവളോട് ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഇംഗിതങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ശീലിച്ച നമ്മളാരും വ്യഭിചാരികളാകാറില്ല. അത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. മുസ്ലിം ലോകത്ത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അവർ അനുഭവിക്കാൻ കാരണം അവർ മദ്യപാനത്തിന് അടിമകളല്ല, വ്യഭിചാരത്തിന് അടിമകളല്ല. അതുപോലെ തന്നെ അത്തരം മോശമായ ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നില്ല. അത്തരം കാരണങ്ങളാൽ നമ്മൾ ജീവിത സുഖം അനുഭവിക്കുകയാണ്. മറ്റുള്ള ആളുകൾക്ക് പാശ്ചാത്യ ലോകം നമ്മളെ അമ്പരപ്പോടും കൂടി കാണുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പരിശുദ്ധമായ റമദാനിൽ ഒരു കാര്യം കൂടി ഓർക്കണം. ഭക്ഷണപാനീയങ്ങൾ അതുപോലെ തന്നെ ഭോഗാസക്തികളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ആ രംഗത്ത് നമ്മൾ ഇന്ന് വിജയിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ, നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്ന തെറ്റായ ചിന്തകളെ നിയന്ത്രിക്കുന്നതിൽ പലപ്പോഴും റമദാനിൽ നമ്മൾ വിജയിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, ആര് ചീത്തയായ വാക്കും പ്രവർത്തിക്കാൻ റമദാനിൽ നോമ്പ് വെച്ചിട്ട് ഉപേക്ഷിക്കുന്നില്ലയോ, ഭക്ഷണപാനീയങ്ങളും ഭാര്യാസമ്പർക്കവും ഉപേക്ഷിച്ചുകൊണ്ട് റമദാനിൽ സ്വയം നിയന്ത്രിക്കാൻ ശീലിക്കുന്ന ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ മോശം വർത്തമാനങ്ങളെ, പരദൂഷണങ്ങളെ, അതുപോലെ തന്നെ ഏഷണി വർത്തമാനങ്ങളെ, കളവുകളെ, ചതിയെ, വഞ്ചനയെ, പരിഹാസങ്ങളെ, അത്തരത്തിലുള്ള വർത്തമാനങ്ങളെ, മോശം വർത്തമാനങ്ങളെ, വല്ല അമല ബിഹി, മോശം പ്രവർത്തനങ്ങളെ കൂടി ഈ 30 ദിവസം കൺട്രോൾ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ യദഅ തആമഹു വശറാബ, അവൻ ഭക്ഷണപാനീയം കൂടി ഉപേക്ഷിച്ചു കൊള്ളണമെന്ന് അള്ളാഹുവിന് നിർബന്ധമില്ല. ആ ലക്ഷ്യം അവൻ നേടുന്നില്ല, അത് ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം. അതുകൊണ്ട് അതുകൂടി നിയന്ത്രിക്കുമ്പോഴാണ് ഒരു മുസ്ലിം വ്യക്തിത്വം അവന്റെ മനസ്സിന്റെ കേടുപാടുകൾ പൂർണ്ണമായും തീർത്തെടുക്കുന്നവനായി മാറുന്നത്. അതുകൊണ്ട് ഈ പരിശീലനത്തിലൂടെ അല്ലാതെ, അതുകൊണ്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, മനുഷ്യന്റെ മനസ്സിലേക്ക് പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്ത് മനസ്സിനെ സംസ്കരിക്കുകയാണ്. ഖുർആൻ പാരായണം പോലെ മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ പറ്റിയ ഒരു ഉപാധിയുമില്ല. അങ്ങനെ റമദാനിൽ ഖുർആൻ ഇറങ്ങി, റമദാനിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ഈ മാസത്തിൽ നോമ്പ് വെക്കണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ എളുപ്പമാക്കി തരികയാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്തുകയേ അല്ല. നമുക്ക് തോന്നും ഇത് പ്രയാസപ്പെടുത്തലാണെന്ന്, പക്ഷെ ലക്ഷ്യം അറിയാത്തവർക്ക് ഇത് പ്രയാസമാണ്. പക്ഷെ ലക്ഷ്യം പരലോകത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആധാരമായ നമ്മുടെ ഓർഗനെ ബലപ്പെടുത്തുകയാണ്
അതിന്റെ കേട് തീർക്കുകയാണ്, അതിന് പരിക്ക് പറ്റാതെ നോക്കുകയാണ്. ആ പ്രൊജക്ടിന് ഏറ്റവും സഹായകമാണ് ഈ പരിശുദ്ധമായ റമദാൻ എന്നറിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് അല്ലാഹു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര എളുപ്പം തരികയാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് ഒരു പ്രയാസവും അതിലൂടെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ് ഒരു തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം കേട്ടോ. പലപ്പോഴും 4 നോമ്പ് വെച്ചിട്ട് നോമ്പ് വെച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഒരു മാസമെങ്കിലും മിനിമം അന്നപാനീയങ്ങളോടും ഭോഗാസക്തികളോടും തെറ്റായ വാക്ക് പ്രവർത്തനങ്ങളോടും പരിപൂർണമായും നിയന്ത്രണം പാലിച്ചുകൊണ്ട് 365 ദിവസത്തിൽ ഒരു 30 ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള പരിശീലനം. ആ പരിശീലനം നമുക്ക് നേടാനാവുന്നില്ലെങ്കിൽ ലക്ഷ്യം നേടുന്ന പ്രശ്നമില്ല. മിനിമം 30 ദിവസമെങ്കിലും ഈ അച്ചടക്ക പദ്ധതിക്ക് നമ്മൾ ഈ ഡിസിപ്ലിൻ, ഈ പ്രൊജക്ടിന് നമ്മൾ വിധേയമാകണം. നിങ്ങൾ ആരെങ്കിലും ഒമൻകാനം ഇങ്കും മരിയുക, നിങ്ങൾ രോഗികളാണെങ്കിൽ കഷ്ടപ്പെട്ട് പിടിക്കണ്ട. അവല സഫരിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ അവല വൈദ്യത്തുമിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു സമയത്ത് ഈ 30 ദിവസവും അന്നപാനീയങ്ങളെ ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ തെറ്റായ വാക്പ്രവർത്തികളെ പരിപൂർണമായും വർജിച്ചു നിന്നു എന്ന ആ പരിശീലന പദ്ധതി 30 ദിവസം ചെയ്തു എന്ന് ഉറപ്പാക്കിയിരിക്കണം. മറ്റൊരു സമയത്താണെങ്കിൽ പോലും ഒരു 30 നാളെങ്കിലും ഈ പദ്ധതിക്ക് വിധേയനാകാത്ത ഒരു മനുഷ്യനും അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും അങ്ങനെ അച്ചടക്കരഹിതമായ ജീവിതത്തിന്റെ, ലോകത്തിന്റെ ജീവിതക്രമത്തിന്റെ ഭാഗമായി ഇന്ന് മനുഷ്യൻ ആത്മഹത്യയിൽ, ജീവിതത്തിന്റെ ദുഃഖപര്യവസായിയായ ജീവിത പരിണാമങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഈ ജീവിത അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് മോചനം നേടി ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാനും അങ്ങനെ സ്വസ്ഥമായ ഒരു മനസ്സും പേറി യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, സ്വസ്ഥമായ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക, കേടുപാടുകൾ ഒന്നും പറ്റാതെ നന്മ ചെയ്യുമ്പോൾ ആനന്ദം അനുഭവിച്ച ആത്മാവേ, അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇർജിഇ, വന്നോളൂ, തിരിച്ചു വന്നോളൂ, ഇലാ റബ്ബിക, നിന്റെ നാഥനിലേക്ക്, റാളിയത്തൻ, ആ റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മർദിയ, നീ റബ്ബിലും തൃപ്തിപ്പെട്ടുകൊണ്ട് നിനക്ക് തിരിച്ചു വരാം. വദ്ഖുലി ഫീ ജന്നത്തി, പ്രവിശാലമായ നിന്റെ മനസ്സ് ചേക്കേറുന്ന വിശാലമായ സ്വർഗസീമകളിലേക്ക് വന്നോളൂ. വദ്ഖുലി ഫീ ഇബാദി, എന്റെ നല്ല ദാസന്മാരോടൊപ്പം, മനസ്സ് നന്നാക്കിയ ദാസന്മാരോടൊപ്പം നീ വന്നു ചേർന്നോളൂ എന്ന് അള്ളാഹു നാളെ നമ്മെ മാടി വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് പരിക്ക് പറ്റാത്ത മനസ്സുമായി പറന്നു പോകാൻ നമുക്ക് കഴിയുന്നതിന് വേണ്ടി നമ്മെ സജ്ജീകരിക്കുന്ന അത്ഭുതകരമായ ഒരു ആകാശ പദ്ധതിയാണിത്. ഇത് ഹ്യൂമൻ പ്രൊജക്റ്റ് ആണിത്. ഇത് ദുനിയാവിലും നമുക്ക് സ്വാസ്ഥ്യം സമ്മാനിക്കുന്നതാണ്, പരലോകത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരേ ഒരു ഗ്യാരണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാകണം റമദാനിലേക്ക് കടന്നു പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് റമദാനിൽ. അതെല്ലാം ഇപ്പോൾ വിശദീകരിക്കാൻ വൈകിയ സമയത്ത് നേരമല്ലാത്തത് കൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറോളം ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്ക് റബ്ബ് തആല പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ മനസ്സിന്റെ കേടുപാടുകളിലേക്ക് നമ്മൾ ഉറ്റുനോക്കി അഹങ്കാരത്തിനോ അസൂയക്കോ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പകയോ വെറുപ്പോ പേറിയാണ് നാം റമദാനിലും മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മെ കണ്ടെത്തുന്നെങ്കിൽ നമ്മുടെ അത് തിരിച്ചറിഞ്ഞത് തിരുത്തി, ഇല്ല, എന്റെ ഉള്ളിൽ ഒരു കാരണവശാലും അഹങ്കാരത്തിന് ഞാൻ ഇടം നൽകില്ല, എന്റെ മനസ്സിനെ കേടാക്കാൻ ഞാൻ അനുവദിക്കില്ല, എന്റെ പരലോക ജീവിതത്തിന്റെ ഒരേ ഒരു ഗ്യാരണ്ടിയാണ്, അവിടെ സഞ്ചരിക്കേണ്ട റോക്കറ്റാണിത്, ഇതിന് കേടുപറ്റാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് മനസ്സിന്റെ നന്മകളെ ഊട്ടിയുറപ്പിക്കാൻ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്ത്, ദിക്റുകൾ, തസ്ബീഹുകൾ ധാരാളം ചെയ്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഷഹാദത്ത് വർദ്ധിപ്പിച്ച്, വസ്തഗ്ഫിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ, 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, വസ്തഗ്ഫിറുല്ലാഹ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഇസ്തിഗ്ഫാറാണ്. പടച്ചവനെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപമുണ്ട്, പടച്ചവനെ പൊറുക്കണേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ പാപബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഓക്കെയാണ് എന്ന ബോധവുമായിട്ടാണ് റമദാനിൽ പോകുന്നതെങ്കിൽ മനസ്സിന്റെ കേട് തീർക്കൽ പ്രക്രിയ, റിപ്പയറിംഗ് പ്രക്രിയയിൽ നമ്മൾ വിജയിക്കില്ല. അതുകൊണ്ട് മനസ്സിൽ ഒരുപാട് പാപങ്ങൾ ഇനിയുമുണ്ട്. ഉണ്ട് ഇനിയും അഹങ്കാരം, ഉണ്ട് ഇനിയും അസൂയ, ഉണ്ട് ഇനിയും പക, വെറുപ്പ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. സ്വർഗം നമുക്ക് വേണം, കിട്ടിയേ തീരൂ. അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന് ഇത് 4 ചോദിക്കാൻ നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ കരുതിയിരിക്കണം, ധാരാളം ആയി അത് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അതുപോലെ തന്നെ ഒരുപാട് നന്മ പദ്ധതികളുണ്ട്. ക്ഷമയുടെ മാസമാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. ഷഹറുൽ മുവാസാത്താണ്, സാധു സംരക്ഷണത്തിന്റെ മാസമാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഷഹറുൻ മാ യുഫത്തിറു സായിമ, നോമ്പുകാരനും നോമ്പ് തുറപ്പിച്ച്
മനസ്സിന്റെ നന്മകളുടെ വലിപ്പം, മനസ്സിന്റെ വലിപ്പം കൂട്ടേണ്ടുന്ന, ഉദാരതയുടെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണെന്ന് പറഞ്ഞു പുണ്യ റസൂൽ. അങ്ങനെ നന്മകളെ കുറിച്ചുള്ള ഒരേ ഒരു ആലോചനകളിൽ മാത്രമായി നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ വീട്ടുകാരോട്, കൂട്ടുകാരോട് കൂട്ടുചേർന്ന് നന്മകളുടെ ഒരു വമ്പൻ പ്രൊജക്റ്റുമായി, നന്മകളുടെ ഒരു ഉല്ലാസമായി, ആഘോഷമായി പരിശുദ്ധമായ റമദാനിനെ ഒരു ആഘോഷാവസരമായി നമുക്ക് കൊണ്ടാടണം. നമ്മളിൽ നിന്ന് ഉയരുന്ന നന്മകൾ സ്വർഗസീമകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ സ്വർഗത്തിന്റെ വൃക്ഷത്തലപ്പുകളിലും സ്വർഗത്തിന്റെ സ്വർഗ കവാടങ്ങളുടെ വട്ടക്കണ്ണികളിലും ആകാശത്തേക്ക് ഉയരുന്ന സുഹൃതങ്ങൾ, അത് സീൽക്കാര ശബ്ദം കേൾപ്പിക്കുമ്പോൾ സ്വർഗ കന്യകൾ, ഹൂറുൽ ഈനുകൾ എന്തു പറ്റി റിളവാൻ, സ്വർഗത്തിന് എന്താണൊരു വിസ്മയം, സ്വർഗത്തിൽ എന്താണൊരു പുതുമ എന്ന് ചോദിക്കുമ്പോ ഭൂമിയിൽ റമദാൻ മാസം സമാഗതമായിരിക്കുകയാണ്. അവിടെ സത്യവിശ്വാസികൾ ചെയ്യുന്ന കർമ്മങ്ങൾ തടസ്സങ്ങൾ ഏതുമില്ലാതെ സ്വർഗസീമകളിലേക്ക് ഉയർന്നു വരുന്നതിന്റെ മധുരോദാരമായ കർണ ആനന്ദകരമായ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് അവിടെ പറയപ്പെടും. അത്രേ മണ്ണും വിണ്ണും ഒന്നാകുന്ന, ഇവിടെ ഇരുന്ന് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഇവിടെ ഒതുങ്ങാതെ, ഞാൻ പറഞ്ഞു മനസ്സ് പരലോകത്തേക്കാണ്. പിന്നെ രണ്ടാമത്തേത് വജസ്സാണ്. വജസ്, നമ്മുടെ വാക്കുകൾ സുബ്ഹാനല്ലാഹ് സ്വർഗത്തിൽ വൃക്ഷങ്ങളായി പരിണമിക്കുന്നു, സ്വർഗം വരെ ഉയർന്നു പോകും. ഒരു വാക്ക് ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് ഇപ്പൊ നാം കണ്ടുപിടിച്ചു. എന്റെ ഈ വാക്ക് നിങ്ങൾ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട്, ഹോളണ്ടിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയാണ്. വാക്കുകൾക്ക് വലിയ ക്രിയേറ്റിവിറ്റി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെയൊന്നുമല്ല ഇതിന്റെ വേവ് ലെങ്ത്. ഇത് സ്വർഗത്തിലാണ്. ഒരു സുബ്ഹാനല്ലാഹ് സ്വർഗത്തിലെ ഉദ്യാനമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു അൽഹംദുലില്ലാഹ് സ്വർഗത്തിലെ ഉദ്യാനമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. സ്വർഗത്തിലെ വലിയ ഫലവൃക്ഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി സ്വർഗവുമായി ബന്ധം സ്ഥാപിച്ച്, കണക്ടിവിറ്റി സ്ഥാപിച്ച് അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു നന്മയുടെ വസന്തകാലമായി ഈ പരിശുദ്ധമായ റമദാനെ നമ്മൾ മനസ്സിൽ ശരിയായ രൂപത്തിൽ നാം കണ്ടെങ്കിൽ അല്ലാതെ പരിശുദ്ധമായ റമദാനെ നന്മയുടെ ഒരു സുവർണാവസരമായി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നാം ഇവിടെ ചെയ്യുന്ന, ചിന്തിക്കുന്ന, പറയുന്ന ഓരോ വാക്കും സ്വർഗം സ്പർശിക്കുന്നു, സ്വർഗസീമകളിൽ അത് ഉയർന്നെത്തുന്നു. അത് നമ്മൾ സ്വർഗം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. നാം നാളെ ചെല്ലുമ്പോൾ വലാകിന്നഹ, പരിശുദ്ധ സ്വർഗം, തയ്യിബത്തു തുറുബ, നല്ല മണ്ണാണ്, അതുബത്തുൽ മാ, രുചിയുള്ള വെള്ളമാണ്, വലാകിന്നഹ ഖിയാൻ, പക്ഷെ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്, വഇന്ന ഖിറാസഹ, അതിന്റെ സസ്യസമൃദ്ധി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹയാണ്, അൽഹംദുലില്ലയാണ്, അല്ലാഹു അക്ബറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പറഞ്ഞ ഈ ഹദീസ് നാം ഇവിടെ നിന്നുകൊണ്ട് ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും, ഓരോ ഖുർആൻ ഓതുമ്പോഴും, ഓരോ നന്മ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും, ഇത് ഞാൻ ഈ പറയുമ്പോൾ തന്നെ എവിടെയോ 7 ആകാശങ്ങളും കടന്ന് സ്വർഗസീമകൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ അള്ളാഹുമായി എന്റെ വജസ്സും എന്റെ മനസ്സും ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നന്മകളുടെ ഒരു വസന്തം വിരിയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റമദാനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി ഇത്രയും സമയം നമുക്ക്, നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഇപ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ 4:30 തുടങ്ങി ഇപ്പോൾ 5:30 മണിയായിട്ടുണ്ടാവും. നിങ്ങളുടെ വിലപ്പെട്ട കർമ്മനിരതമായ പകലാണ് അള്ളാഹുവിന്റെ റമദാനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചത്. അള്ളാഹു വിദൂരത്തായിരിക്കുമ്പോഴും നാടിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോഴും അള്ളാഹുവിനെ മറക്കാത്തത് കൊണ്ട് അകം മറക്കാത്ത, അൻസാവും മംഫുസവും, മനസ്സിനെ മറന്നു പോകാത്ത, മനസ്സിന്റെ വിശാലതയെ, അതിന്റെ വ്യാപ്തിയെ, അതിന്റെ അനന്ത സാധ്യതകളെ, അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന നമ്മുടെ പരലോക പ്രൊജക്റ്റിനെ കുറിച്ച് മറന്നു പോകാതെ ആ മനസ്സിനെ സംസ്കരിക്കാൻ, റിപ്പയർ ചെയ്യാനുള്ള അള്ളാഹുവിന്റെ റമദാൻ പദ്ധതിയുമായി എങ്ങനെയാണ് സമരസപ്പെടേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പരിശുദ്ധമായ റമദാനിൽ അമലുകൾ കൊണ്ട് ആനന്ദിക്കുന്ന മനോഹരമായ നന്മയുടെ ഒരു വസന്തോത്സവമായി പുണ്യ റമദാനെ അള്ളാഹു രൂപാന്തരപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.